ഇത് പടം മൊത്തം മുതുക്ക് കോമഡികൾ. വീണ നന്ദകുമാർ ബക്കറ്റും പിടിച്ചൊരു പോക്ക് പോകും, തിരിഞ്ഞു പോലും നോക്കൂല. പിന്നെ പുള്ളിക്കാരിയെ പടത്തിൽ കണ്ടിട്ടേ ഇല്ല. ആ പോക്കങ്ങ് പോയി. അതോടെ ആള് ബക്കറ്റ് സ്റ്റാർ പോയി. പിന്നെ വാസു അണ്ണൻ. നീ കൊള്ളാമല്ലോടി പെണ്ണേ. വാസുവണ്ണന്റെ കണ്ണീന്ന് ചോര വന്ന് അയാൾ ഒരു വാമ്പയർ ആകുമോ എന്ന് വരെ ഒരു വേള ഞാൻ സംശയിച്ചു. എജാതി ചോപ്പ്. ഇതൊക്കെ എന്ത് ദ്രോഹാടോ. അടുത്ത കോമഡി സിദ്ദിഖ്. നിങ്ങളാണ് പടത്തിലെ വില്ലൻ എന്ന് പറഞ്ഞപ്പോ കല്യാണം നടത്തില്ലടാ, നടത്തിക്കില്ലടാ, വിടില്ലടാ എന്നൊക്കെ പറഞ്ഞു വേറെ ഏതോ പ്രഭാകരൻ. സാറ് പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങണം. പൊട്ടന്മാര് പൊട്ടന്ന ലോക പൊട്ടനാണ്. ഇതിന്റെ ഇടയിൽ അവീര സാർ പടത്തിന്റെ ലാസ്റ്റ് പറമ്പീന്ന് ചാടിപ്പോയ അവീര സാർ പിന്നെ പൊങ്ങുന്നത് നടുക്കടലിന് രാമേശ്വരത്ത്. എന്നെ പറ്റിച്ചതാണ് എനിക്കറിയാം. ഇതിന്റെ ഒക്കെ ഇടയിൽ ലാലേട്ടൻ വന്നിട്ട് കല്യാൺ ജ്വല്ലേഴ്സ് ഇപ്പൊ തൊടുപുഴയിലും. എന്ത് കാര്യത്തിനാണത്? ഒരു സുഖം. സ്വർണം കല്യാൺ ജ്വല്ലേഴ്സിൽ എടുക്കണം. കല്യാൺ ജ്വല്ലേഴ്സ് തൊടുപുഴയിലുണ്ടല്ലോ. പിന്നെ ഒറിജിനൽ ആണെന്ന് പറയില്ലടാ, അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട്. ലാസ്റ്റ് വരെ ചോരക്കണ്ണ് ഉരുട്ടി സർവ്വ ഭീമന്മാരെയും വിറപ്പിച്ച വാമ്പയർ വാസുവാണ്. അണന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും ജോർജ് കുട്ടിയെ പൂട്ടും. എന്താണ് ബ്രോ മൊടയാണോ? എന്താണ് മൊടയാണോന്ന്? ആ ലെവലിൽ അൺസ്റ്റോപ്പബിൾ ആയി വന്ന വില്ലൻ പെട്ടെന്ന് ജോർജ് കുട്ടി വന്ന അയാളോട് പറയാണ്, സത്യം പറയടാ ഇല്ലെങ്കിൽ ഞാൻ കൊല്ലും. മര്യാദയ്ക്ക് സത്യം പറയണോ? വാവ്, വെരി ഇൻട്രസ്റ്റിംഗ്. എന്നിട്ട് വേണ്ട വാസന വിട്ടേക്ക്. അവനെ കൊന്നു താത്തിയത്. ഉടനെ വാമ്പയർ വാസുവാണ്, എന്നെ കൊന്നാലും നിനക്കൊന്നും കിട്ടില്ലടാ. എന്നെ കൊല്ലണ ജോർജ് കുട്ടി. സീരിയൽ പോലും ഈ ടൈപ്പ് കഥകളൊക്കെ വിട്ടിട്ട് കാലങ്ങളായി. ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം. ഓക്കെ ബൈ.